Hello, good morning all. Welcome back to my channel, Sija's Economic Classes. ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. 5 തരത്തിലുള്ള ഇലാസ്റ്റികതയുടെ തരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തേത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഇലാസ്റ്റിക ചോദനം എന്നാണ് അർത്ഥം. എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് പ്രൈസിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം, ചെറിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചിന് മാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ വിലയിൽ കൂടുതലോ കുറവോ വരുമ്പോൾ ഡിമാൻഡിൽ എന്താണ് വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഈക്വൽ ടു ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഡിമാൻഡ് കർവ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് OX ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാ നമുക്ക് ഡിമാൻഡ് കർവ് നമുക്കതിൽ കാണിക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് നമുക്കതിൽ പറയാനായിട്ടുള്ളത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായ ഇലാസ്റ്റികമല്ലാത്ത ചോദനം എന്നാണ് അർത്ഥമാക്കുന്നത്. വാട്ടെവർ മേ ബി ദ പ്രൈസിൽ എന്ത് തന്നെ മാറ്റം വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിലെ യാതൊരു മാറ്റത്തിനും കാരണമാകുന്നില്ല. അപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും, വില 20 ആയാലും 10 ആയാലും 30 ആയാലും വാങ്ങുന്ന അളവിൽ എന്തില്ല? യാതൊരു മാറ്റവുമില്ല എന്നാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0. ഇവിടെ ചേഞ്ച്, ഇലാസ്റ്റികത എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം. അതെന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നേരത്തെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിലെ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്, അതേസമയം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലെ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അവിടെ നമുക്ക് ഡിമാൻഡ് കർവ് വരുന്നത് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ്. OX അക്ഷത്തിന് ലംബമായ ഒരു രേഖയായിരിക്കും ഇതിലെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. ഏകാത്മക ഇലാസ്റ്റിക് ചോദനം. ഇതിൽ പറയുന്നത് പ്രൈസിൽ വരുന്ന ചേഞ്ചും അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ സെയിം ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഒരേ മാറ്റം. ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പ്രൈസിലെ മാറ്റം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതാണ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈസിൽ വരുന്ന മാറ്റം 20% ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിനും 20% ആണെങ്കിൽ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. അവിടെ ഡിമാൻഡ് കർവ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന ഒരു കർവായിരിക്കും. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ വരുന്ന മാറ്റത്തേക്കാൾ കൂടിയ മാറ്റം ഏതിലുണ്ടാകുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് ചോദനത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പ്രൈസിൽ നമുക്ക് 20% മാറ്റമെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താണ്? അതിനേക്കാൾ കൂടിയ മാറ്റം, ഒരു 40% മാറ്റം അല്ലെങ്കിൽ 50% മാറ്റം വരുന്നു. അപ്പോൾ അവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി നമുക്ക് കാണുമ്പോൾ ഇവിടെ ഇലാസ്റ്റികത എന്തായിരിക്കും ലഭിക്കുക? നമുക്ക് 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. അപ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ പ്രൈസിനേക്കാൾ കൂടിയ മാറ്റം ഏതിൽ കാണിക്കണം? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാണിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കർവ് ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് കർവ്, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതുപോലെ ഇത്തിരി പരന്ന വക്രമായിരിക്കും എന്ന് മാത്രം. പരന്നെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കർവ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരെണ്ണം പറയാനുള്ളൂ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതായത് 20% പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്? 10% മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നമുക്ക് എന്ത് കാണിക്കാം? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്നുള്ളിടത്ത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 10%,
ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് 20%. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് ലഭിക്കുമ്പോൾ 1നേക്കാൾ താഴെയുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ അവിടെ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഒരു സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞ് താഴ്ന്നു തന്നെ, പക്ഷേ കുറച്ചും കൂടിയും എന്താണ്, ഒരു സ്റ്റീപ്പ് കർവായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഫ്ലാറ്റ് കർവാണെന്ന്, ഇവിടെ ഡിമാൻഡ് കർവ് എന്താണ്, ഒരു സ്റ്റീപ്പ് കർവായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കർവ് നമുക്കിതിൽ വരയ്ക്കാം. ഇതാണ് 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത്. ഇതിൽ എക്സ്ട്രീം ആയിട്ടുള്ള 2 സ്റ്റേജാണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. അതിന് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വരുന്നില്ല. അതേസമയം റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിലാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രവും വരയ്ക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.